ത്തിനെ കണ്ടപ്പോഴേ എന്താ തോന്നിയെന്ന് ഉള്ള കാര്യം പറയാമോ? അതെ ആ തോന്നൽ നവീകരിക്കരുത്. അല്ല, എനിക്ക് ആദ്യം കുറെ ഗിഫ്റ്റ് എന്റെ കയ്യിലേക്ക് തന്നെ, പിന്നെ എന്നെ സിസ്റ്ററെന്ന് വിളിച്ചു. ഞാൻ ചേച്ചി പുള്ളി കല്യാണമൊക്കെ കഴിച്ചതായിരിക്കും എന്ന് ഓർത്തു. ഇഷ്ടപ്പെട്ടായിരുന്നു പുള്ളി. പിന്നെ ഒരു 5-8 മാസം പിന്നെ ആ മറ്റേ കേസ് പറഞ്ഞായിരുന്നു, മറ്റേ പഴയൊരു കേസ്. പിന്നീട് അവളെ പിന്നെ എപ്പോഴാ ഇത് അറിഞ്ഞത്? പിന്നെ ഇത് കല്യാണം കഴിഞ്ഞപ്പോ എന്നോട് ഈ കഥ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞോ? അന്നും പറഞ്ഞില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് കുറച്ച് നാള് കഴിഞ്ഞപ്പോ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇപ്പൊ എന്തോ പറഞ്ഞു. ഞാനിങ്ങനെ ഈ LF തന്നെ കിടക്കണ്ടായിരുന്നു. ചേട്ടൻ ബൈസ്റ്റാൻഡർ ആയിട്ട് അവിടെ കണ്ട് നിന്നപ്പോ ഇവിടെ വെച്ച് എനിക്കൊരു പ്രമേയമൊക്കെ വന്നു എന്ന്. എന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ നമുക്ക് ഇനി ഒന്ന് അന്വേഷിച്ചു പോയാലോ എന്ന് പറഞ്ഞു. ഇവിടെ ഒന്നുമല്ല, കാസർഗോഡ് അവിടെ കണ്ട വളരെ ദൂരെ അല്ലേ? എന്നിട്ട് ഞാനും ചേട്ടനും പോയി. രണ്ടുപേരുടെ പോയി. പുള്ളിക്കാരി ഫ്രീ ആയിട്ട് നിൽക്കുക, കാരണം ഹസ്ബൻഡിനെയും മക്കളെയൊക്കെ ഉപേക്ഷിച്ച് ഫ്രീ ആയിട്ട് നിൽക്കുക. ഡിവോഴ്സ് ആയിട്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു പോണ്ട, ഇനി അന്വേഷിക്കണ്ടെന്ന്. ഇനി അന്വേഷിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഒരാളുടെ കാണും. പിന്നെ പോയിട്ടില്ല. നന്നായി. അത് ഇനിയിപ്പോ അങ്ങോട്ട് പോകണ്ട കേട്ടോ. അല്ലെ, ഞാൻ ചോദിക്കുന്നത് ആർക്ക് കരുത്തായി? ഞാനായിരുന്നു ഈ പുള്ളിക്ക് കരുത്ത്. മറ്റേ സാറിന് അറിയാലോ, മറ്റേ നമ്മുടെ വെറുതെ അല്ല ഭാര്യയില്. അത് കഴിഞ്ഞിട്ട് ഈ പുള്ളി പിന്നെ തടി പിന്നെ 40 കിലോ കൂട്ടി. അപ്പൊ ഞാൻ അപ്പൊ പിന്നിലുള്ള 185 അപ്പൊ ഈ പിന്നിലുള്ള സ്ത്രീനെ കാണാണ്ടായി. അപ്പൊ ഞാൻ പിന്നില് നിൽക്കുവല്ലേ, കാണത്തില്ല. 85 അറിയത്തില്ല. പിന്നെ 50 കിലോ കുറച്ചൊക്കെ എന്നെ കുറച്ചൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പോലീസ് അങ്ങനെ വീട്ടിൽ കയറി വന്ന് ഇറങ്ങി ഓടാൻ കപ്പാസിറ്റി ഉണ്ടോ ഇപ്പോഴും? നാക്കിന്റെ ബലം കൊണ്ട് അതിനെയൊക്കെ പിടിച്ചു ചേർത്ത് ഏത് പോലീസ് അതേ ഉള്ളല്ലേ?